കേരളത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവിടെ മരങ്ങൾ മുറിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് അവിടെ നക്ഷത്രവനം പോലെയുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായും അവിടെ ആ ഭാഗത്ത് നശിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന, ഇവിടെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നതോ മെസ്സി വരുന്നതോ ഒക്കെ ഏറ്റവും നല്ല കാര്യമാണ്. അതിനെ ഞങ്ങളാരും, കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിന് എതിരല്ല. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിലാണ് നടക്കുന്നത്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സുതാര്യതയുമില്ല എന്നുള്ളതിലാണ് പ്രശ്നം വരുന്നത്. GCDയുടെ കസ്റ്റഡിയിലുള്ള ഈ സ്റ്റേഡിയം ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരള സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറിയെന്ന് പറയുന്നു. വളരെ ദിവസങ്ങളായി നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും GCDയുടെ ഭാഗത്തു നിന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഉണ്ടാകുന്നില്ല. ഇത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ കിട്ടിയ ഒരു മറുപടി. പിന്നീടാണ് പറയുന്നത് ഇത് കേരള സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറിയെന്ന് പറയുന്നു. എന്നാൽ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ അല്ല, സ്പോൺസറായ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് പിന്നീട് വാർത്തകൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത്ര പ്രധാനപ്പെട്ട സ്റ്റേഡിയം പോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അഭിമാനാർഹമായ, അഭിമാനത്തിന് വക നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമുകൾ, അത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് ആരാണ് നടത്തുന്നത്, അത് ഏത് രീതിയിലാണ് നടത്തുന്നത് എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്ന്, GCDയുടെ ഭാഗത്ത് നിന്ന് ഒന്നും യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഉണ്ടാകുന്നില്ല. ഇന്നലെ വരെ, എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് GCDയുടെ ഒരു പത്രക്കുറിപ്പ് വെളിയിൽ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ജനങ്ങളോട് പറഞ്ഞ്, അല്ലെങ്കിൽ പറയേണ്ട എല്ലാവരോടും ചർച്ച ചെയ്ത് സുതാര്യമായി ഇത് ചെയ്യാൻ തയ്യാറാകാത്തത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സംശയമുളവാക്കി. ആരാണ് ചാനലുകൾക്ക് മുമ്പിൽ വരുന്നത്, ആരാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത്? സ്പോൺസർ എന്ന് അവകാശപ്പെടുന്ന എന്ന് ഞാൻ പറയാൻ കാരണം അവർ ഒരുപക്ഷെ സ്പോൺസർ ആയിരിക്കും, നമുക്ക് അതിന് തെളിവുകളൊന്നുമില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയോ മന്ത്രിയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു സ്പോൺസർ വന്ന് ചാനലുകൾ പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഞാൻ 50 കോടി മുടക്കുന്നു, 70 കോടി മുടക്കുന്നു, ഈ സ്റ്റേഡിയം ഇത്തരത്തിൽ പണിയെടുപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമുണ്ട്. അതെങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ ഉടമയ്ക്ക് അത്തരത്തിൽ വന്ന് പറയാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇത്രയും ദിവസം നിശബ്ദത പാലിച്ചത്? ഇത്രയും പണികൾ അവിടെ നടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള, ഇന്നിപ്പോൾ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു സംഘം അവിടെ സന്ദർശിക്കാൻ പോവുകയുണ്ടായി. താങ്കളുടെ ഇപ്പോൾ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാർത്ത ഞാൻ കണ്ടു. ഷിയാസും കൂട്ടരും അവിടെ അതിക്രമിച്ചു കടന്നു എന്നാണ് പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ സ്ഥലം കൗൺസിലറാണ്. എനിക്കവിടെ അതിക്രമിച്ചു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എന്താണ് സംഭവിക്കുന്നത്, സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുവട്ടത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും അവിടെ തടയുകയാണ്, പോലീസിനെ വിളിക്കുകയാണ്. അപ്പോൾ തന്നെ എന്തിനാണ് ഇത്രയും വലിയ ഒരു ആശങ്ക? കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അവിടെ വന്ന് സന്ദർശിക്കുമ്പോൾ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യം എന്താണ്? ഞങ്ങളോടൊപ്പം വന്ന ചില ആളുകളെ തടയുന്നു, മാധ്യമങ്ങളെ തടയുന്നു. മീഡിയ ചാനലിൻ്റെ മീഡിയ വണ്ടേൻ്റെ റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ, ചോദിച്ചാൽ അറിയാം. അവരെല്ലാം തടഞ്ഞു. അപ്പോൾ അങ്ങനെ തടഞ്ഞ് ഞങ്ങളവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ പോലും സമ്മതിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശങ്ക തോന്നുമല്ലോ. അവിടെ ഈ പറയുന്നത് പോലെ മെസ്സി വരുമെന്നും ഇത് ഇങ്ങനൊരു കളി അവിടെ നടക്കുമെന്നും ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നുള്ളത് അടുത്ത ചോദ്യമല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഗെയിമുകൾ അവിടെ നടക്കുന്നതിന് അതിന് ആവശ്യമായിട്ടുള്ള ആ കാറ്റഗറിയിൽ, ആ ക്രൈറ്റീരിയയിൽ വരുന്ന യാതൊരു സൗകര്യങ്ങളും നിലവിൽ ആ സ്റ്റേഡിയത്തിനില്ല. അപ്പോൾ അത്തരത്തിൽ അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള അത് ആരാണ് ചെയ്യുന്നത്, ചെയ്യുന്നവരുമായിട്ടൊരു എഗ്രിമെൻ്റ് വേണം. ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രൈവറ്റ് ഒരു വ്യക്തിയുമായിട്ട്, ഒരു ചാനൽ ഉടമയുമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടോ? അതാണ് കഴിഞ്ഞ ദിവസം MP ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചത്. ആരുമായിട്ടാണ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്? ആരാണ് ഇതിൻ്റെ അതോറിറ്റി? ആരാണ് ഈ പണികൾ അവിടെ ചെയ്യുന്നത്? അങ്ങനെ സ്റ്റേഡിയം അങ്ങനെ വിട്ടുകൊടുക്കാൻ, അത്തരത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പോലെ ഒരു സ്ഥലം ഒരു പ്രൈവറ്റ് ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് സംശയം.
അത്രയും ആധികാരികമായിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചാനൽ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സർക്കാരിന് എന്ത് തരം ഉത്തരവാദിത്തമാണുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളുടെ ആശങ്ക, ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ചുറ്റുപാടും റെസിഡൻസ് ഉണ്ട് അതിൻ്റെ ചുറ്റും. അപ്പോൾ അവരുടേതായ പലതരത്തിലുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ വളരെയധികം ഹൈറ്റ് കൂട്ടിയിരിക്കുക ഇരുഭാഗത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ചാനലിൻ്റെ ഈ സ്റ്റേഡിയത്തിലോട്ട് കടക്കുന്ന ആ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ താഴ്ചയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇന്നും ഇന്നലെയും ആയി പെയ്ത മഴയിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു കായൽ പോലെ വെള്ളമൊഴുകുകയാണ്. അപ്പോൾ അങ്ങനെ വെള്ളക്കെട്ട് അവിടെ രൂപീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ ശാസ്ത്രീയമായിട്ടാണോ ഈ പണികൾ ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിവരമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഞാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും കൂടി ചോദിക്കുകയാണ്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, ആരാണ് ഈ പണികളുമായി മുമ്പോട്ട് പോകുന്നത്?